ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൻ ആത്മമരണം മാറും നീതിയിലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ അരുമനാഥനാം കർത്താവേ, അവിടുത്തെ അരുളപ്പാടിൻ്റെ സന്നദ്ധിയിൽ ഞങ്ങൾ തലകുനിക്കുന്നു. അപ്പാ, നീ സംസാരിച്ചാൽ അടിയങ്ങൾ കേൾക്കുമെന്ന് സമർപ്പണത്തോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു ധ്യാനത്തിന് മുമ്പിൽ അടിയങ്ങൾ ചേർന്നിരിക്കുകയാണ്. ഈ ധന്യമായ വചനം കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ നടത്തിയ വചനമാണ്, ഞങ്ങളെ തിരുത്തിയ വചനമാണ്, ഞങ്ങളെ ശക്തീകരിച്ച വചനമാണ്, ഞങ്ങളെ സൗഖ്യമാക്കിയ വചനമാണ്, ഞങ്ങളുടെ കണ്ണുനീർ തുടച്ച വചനമാണ്, മാൻപേടകളെ പ്രസവിക്കുമാറാക്കിയ വചനമാണ്, വചനങ്ങളെ തോലുരിച്ച വചനമാണ്. ഇന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന പുണ്യാഹ വചനത്തിന് മുമ്പിൽ അടിയങ്ങൾ ഏറെ വിനയപ്പെടുന്നു കർത്താവേ. ചിലർക്ക് ഒരാരാധനയായി, ചിലർക്കൊരു മടക്കയാത്രയായി, ചിലർക്ക് മാനസാന്തരമായി, ചിലർക്ക് ജാഗ്രതയായി, ചിലർക്ക് ഉണർവായി, ചിലർക്ക് എൻ്റെ കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ കണ്ടുമുട്ടിയ സന്തോഷമായി. എല്ലാവർക്കും വീണ്ടെടുപ്പിൻ്റെ സന്ദേശമായി ഈ വചനത്തെ അടിയങ്ങൾക്ക് വാഴ്ത്തിത്തരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിൽ ആദിവസാനം അടിയൻ്റെ ബലഹീനത ഓർക്കാതെ അടിയനെ താങ്ങി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വൻ്റെ കർത്താവിന് യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കണമേ. ആമേൻ. മാനസാന്തരപ്പെടുക, ജാഗ്രതയുള്ളവനായിരിക്കാം. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. വിശുദ്ധ വേദപുസ്തകം നമ്മുടെ ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് ഒരു ശ്രദ്ധേയമായ വാക്കിലാണ്. ആ വാക്കിതാണ്: അനുഗ്രഹങ്ങൾ അളക്കാതെ തരുന്ന ദൈവം. ഒരനുഗ്രഹത്തെയും അളക്കാതെ, അളന്ന് തൂക്കാതെ തരുന്ന ഒരു ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. എന്നാൽ ദൈവം ചിലതിനെ കൃത്യമായി അളക്കുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞേ? എൻ്റെ അരുമനാഥൻ ഈ രാത്രി ചിലതിനെ കൃത്യമായി അളക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യം. ദൈവം അളക്കുന്ന ഒന്നിനെ കുറിച്ചാണ് ഈ രാത്രി നാം ധ്യാനിക്കാൻ പോകുന്നത്. ദൈവം 3 ഇടങ്ങളെ അളക്കുന്നുവെന്ന് വെളിപാട് പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ വാക്യം ഇതാ: യഹോവ ദൂതനോട് പറഞ്ഞു, നീ ദണ്ഡെടുത്ത് ആലയത്തെ അളക്കണം, യാഗപീഠത്തെ അളക്കണം, ആരാധിക്കുന്നവനെ അളക്കണം. ഹല്ലേലൂയ. എന്തോ ഞാൻ പറഞ്ഞേ? ഇങ്ങോട്ട് ചേർന്നിരിക്കണം എന്നോട്. ശരി, അഞ്ചക്കാരെ ഇച്ചിരൂടെ ചേർന്നിരിക്കണം എന്നോട് കേട്ടോ. കസേര പോക്കണ്ട, അറിയാമല്ലോ. എന്നാലേ കുറച്ച് നേരത്തേക്ക് നമ്മുടെ കൂടെ നിൽക്കണം. എന്തോ ഞാൻ പറഞ്ഞേ? ആലയത്തെ അളക്കണം, യാഗപീഠത്തെ അളക്കണം, ആരാധിക്കുന്നവനെ അളക്കണം. ഈ രാത്രി 1 മണിക്കൂർ കൊണ്ട് ഒരു മെഷർമെൻ്റ് നടത്തി
ഒരു ഉത്തരം കണ്ടെത്തിയിട്ട് നമുക്ക് മടങ്ങാം. എന്താ, പറ്റുമോ? സമ്മതിക്കാവോ? ഭദ്രാസനക്കാരോട് ഞാൻ ചോദിക്കുക, ഈ രാത്രി അരുമനാഥൻ നിന്റെ ആലയത്തെയും നിന്റെ യാഗപീഠത്തെയും നിന്നെയും അളക്കാൻ വരികയാണ്. സമ്മതിക്കാമോ? സമ്മതിച്ചാൽ ഈ രാത്രി ചില അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. ഒരു സമർപ്പണത്തോടെ നമുക്ക് ഈ ധ്യാനം ആരംഭിക്കണം. ലോർഡ്, പ്ലീസ് മെഷർ മീ. എൻ്റെ ഈ കൊച്ചു സഭയെ നീ അളക്കണം, എൻ്റെ യാഗപീഠത്തെ നീ അളക്കണം, എന്നെയും ഈ രാത്രി അളന്ന് തൂക്കണം. എന്തിനാണെന്നൂടെ ഒറ്റ വാക്കിൽ പറഞ്ഞ് ഉള്ളിലേക്ക് പ്രവേശിക്കും. ആലയത്തെ ദൈവം അളക്കുന്നത് നീ സുവിശേഷത്തിനനുസരിച്ചാണോ ജീവിക്കുന്നതെന്നറിയാനാ. എന്തിനാ? നിന്റെ പള്ളിയെ കർത്താവ് അളക്കുന്നത് നിന്റെ ആലയം സുവിശേഷത്തിന്റെ ക്രമത്തിനനുസരിച്ചാണോ? 2, നിന്റെ യാഗപീഠത്തെ കർത്താവ് അളക്കുന്നത് സത്യത്തിലും ആത്മാവിലുമാണോ നീ ആരാധിക്കുന്നെന്നറിയാനാ. ഹല്ലേലൂയ. 3, നിന്നെ അവൻ അളക്കുന്നത് നിന്റെ ഉള്ളിലെ ആരാധനയുടെ വികാരങ്ങൾ വല്ലതും തെറ്റിപ്പോയിട്ടുണ്ടോന്നറിയാനാ. എന്തോ? നീ ആരാധിക്കുമ്പോൾ നിന്റെ വികാരങ്ങൾ വല്ലതും വ്യത്യാസപ്പെട്ടു പോയാണോ നീ ആരാധിക്കുന്നെന്നറിയാനാ നിന്നെ അവൻ അളക്കുന്നത് ഈ രാത്രി. ചേർന്ന് പറയാം, ആലയത്തെ അളക്കുന്ന എന്തിനാ? സുവിശേഷത്തിനനുസരിച്ചാണോ നിന്റെ ആലയം ജീവിക്കുന്നതെന്നറിയാനാ. 2, യാഗപീഠത്തെ അളക്കുന്ന എന്തിനാണെന്നറിയാമോ? സത്യത്തിലും ആത്മാവിലുമാണോ നീ ആരാധിക്കുന്നതെന്നറിയാനാ. 3, എന്നെ അവൻ അളക്കുന്ന എന്തിനാണെന്നറിയാമോ? എൻ്റെ ഉള്ളിൽ ദൈവമേ നീ പരിശുദ്ധനെന്ന് പറഞ്ഞ നീ ചങ്കുറപ്പിച്ച് പറയുന്നുണ്ടോയെന്നറിയാനാ. ദൈവമക്കളെ, ഒരു സ്തോത്രം പറയാമോ ഈ രാത്രി? സമ്മതിക്കണം ഈ രാത്രി. എൻ്റെ ആലയത്തെ അളക്കാൻ വരുന്നവൻ, എൻ്റെ യാഗപീഠത്തെ അളക്കാൻ വരുന്നവൻ, എന്നെ അളക്കാൻ വരുന്നൊരു കർത്താവ് ഈ രാത്രി നമ്മോട് കൂടെയുണ്ട്. ലോർഡ്, പ്ലീസ് മെഷർ ഇറ്റ്. എൻ്റെ ഈ കൊച്ചു സഭയെ ഈ തകർച്ചയുടെ കാലത്ത് നീ നന്നായി അളന്ന് തിട്ടപ്പെടുത്തി തരണം കർത്താവേ. അവൻ്റെ കയ്യിലൊരു ദണ്ടുണ്ട്. അവൻ നമ്മെ അളക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അളന്ന് ക്രമീകരിക്കേണ്ട 3-4 കൊച്ചു കാര്യങ്ങളുണ്ട്. അതൊരല്പം വേഗത്തിൽ എനിക്ക് പറഞ്ഞു തീർക്കണം. ഈ രാത്രി വചനം തീരുമ്പോൾ എൻ്റെ വിചാരം നാം ഇവിടെ മുട്ടുകുത്തിയേ മതിയാകുള്ളൂ. കർത്താവേ, നീ അളന്നപ്പോൾ എനിക്കുള്ള കുറവുകളൊക്കെ എൻ്റെ ചെവിയിൽ മാത്രം പറഞ്ഞാൽ ഈ സഭ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയായിത്തീരും. നമുക്ക് ധ്യാനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ലവോദിക്കിയ സഭയെ അരുമനാഥൻ അളന്നു. ലോർഡ് മെഷേർഡ് ദ ചർച്ച്. അളന്നപ്പോൾ കണ്ട കൊച്ചു ചില ധ്യാനങ്ങൾ നമ്മളോടും ഈ രാത്രി അരുമനാഥൻ സംസാരിക്കുകയാണ്. 1-ാം ഭാഗത്തിലേക്ക് നമുക്ക് വരാം. ലവോദിക്കിയ സഭയോട് അളന്നപ്പോൾ ദൂതൻ പറഞ്ഞ 1-ാമത്തെ വാക്ക്, എ ചർച്ച് അണ്ടർ ഡിസപ്ഷൻ. ലവോദിക്കിയരെ, നിങ്ങൾ വഞ്ചിക്കപ്പെട്ട സമൂഹമാണ്.
ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നോ? ഒരു വാക്കൂടെ ചേർത്ത് പറയാം. യു നീഡ് ഡിസേൺമെന്റ് ഓവർ ഡിസെപ്ഷൻ. ഈ രാത്രി നിന്നെ ആരോ വഞ്ചിച്ചിരിക്കുന്നു. ആ വഞ്ചനയിൽ നിന്ന് മടങ്ങി വരാൻ നിനക്കൊരു തിരിച്ചറിവുണ്ടാകണം. തിരുമേനി പറഞ്ഞതിനോട് ചേർത്തൊരു കാര്യം ഞാൻ പറയട്ടെ. ഇന്ന് സഭ, മാർത്തോമാ സഭ, ക്രിസ്തീയ സഭ പീഡനത്തിലല്ല, പിന്നെ വഞ്ചനയിലൂടെ അത് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷം നമ്മൾ പിന്നിട്ടപ്പോൾ ഞാൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയും, ഒരുപാട് ദൈവമക്കളെ പിശാച് വഞ്ചിച്ചു കൊണ്ടുപോയി. ശരിയോ? ശരിയോ? സഭയെ ദൈവമെന്ന് നിന്നിലേക്ക് നോക്കുന്നത് നിന്നെ ആരോ വഞ്ചിച്ചു കളഞ്ഞിട്ടുണ്ട്. ഞാൻ 2 വാക്ക് അവിടെ അടിവരയിടുകയാ. നിന്നെ ഞാൻ നോക്കുമ്പോൾ എ ഡിസെപ്റ്റീവ് സ്പിരിറ്റ്, നിന്റെ ഉള്ളിൽ ഒരു വഞ്ചനയുടെ ആത്മാവ് കടന്നിട്ടുണ്ട്. എ ഡിസെപ്റ്റീവ് അപ്പിയറൻസ്, നിന്നെ കണ്ടാൽ ആരോ നിന്നെ വഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നു എന്നറിയാം. ലവോദിക്യ സഭയോട് ആത്മാവ് പറയുക, ഞാൻ നിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ നീ വഞ്ചിക്കപ്പെട്ടവനായിരിക്കുക. കാരണം എന്തെന്നറിയാമോ? നീ അരിഷ്ടനാണ്, നീ ദരിദ്രനാണ്, നീ കുരുടനാണ്, നീ നഗ്നനാണ്, പക്ഷേ നീ അതറിയുന്നില്ല. പിടികിട്ടിയോ? വഞ്ചന എപ്പോഴാണ് സംഭവിക്കുന്നറിയാമോ? തിരിച്ചറിവ് പോകുമ്പോഴാ. തിരിച്ചറിവ് പോയാൽ തിരുത്തൽ നഷ്ടപ്പെട്ടു പോകും. ദൈവവേദലേ, ഈ കഴിഞ്ഞ 2 വർഷത്തിൽ നിന്ന് ഈ സഭ ഇപ്പോൾ, ഈ ദൈവജനം ഇപ്പോൾ മടങ്ങി വന്ന് പറയേണ്ടത് ഒരു വാക്കാ. ദൈവം തമ്പുരാനെ, ഞങ്ങളെ ആരൊക്കെയോ വഞ്ചനയുടെ ആത്മാവിലേക്ക് കൊണ്ടുപോയി. ഞാൻ ഈ പറയുന്ന വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണേ. വഞ്ചിച്ചോ ഇല്ലയോ എന്നറിയാൻ ഒറ്റ വാക്ക് പരിശോധിച്ചാൽ മതി. പന്തിയിലിരിക്കാൻ പരുവപ്പെടാത്ത ക്രിസ്ത്യാനികളായി ഞാനും നിങ്ങളും മാറി. എന്തുവാ? പന്തിയിലിരിക്കാൻ പരുവപ്പെടാത്ത ക്രിസ്ത്യാനിയായി ഞാനും നീയും മാറി. പണ്ടൊക്കെ വിശുദ്ധ കുർബാനയുടെ പന്തിക്കിരിക്കാനേ ഒരു വലിയ ഉത്സാഹം ഉണ്ടായിരുന്നു. ഇപ്പോഴോ ഒക്കെ കുറഞ്ഞു. എന്താ കാര്യം എന്നറിയോ? കാര്യം ഇനി പറയുന്ന വാക്കാ. ഉത്സാഹം കുറഞ്ഞത് കോവിഡ് കൊണ്ടല്ല. ഞാൻ ഇനി പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. വസ്ത്രമഴുക്കായി, ഒരുക്കം കുറഞ്ഞു, വിശുദ്ധി താഴോട്ട് പോയി, ഉണർവ് കുറഞ്ഞു, അനുതാപം പോയി. പന്തിയിലിരിക്കണമെങ്കിൽ ഈ വാക്കുകൾ വേണം. എന്തോ വേണം? വസ്ത്രം വിശുദ്ധിയിലായിരിക്കണം, ഒരുക്കമുണ്ടായിരിക്കണം, വിശുദ്ധിയോടെ പുറപ്പെടണം, ഉണർവ് ആവശ്യമാണ്, അനുതാപമുണ്ടെങ്കിലേ ഈ പന്തിയിലിരിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. വിശുദ്ധ മാമോദിസായുടെ ക്രമത്തിൽ നാം ഉപയോഗിക്കുന്ന പുസ്തകത്തിലെ 14-ാം പേജിൽ ഇങ്ങനൊരു കൊച്ചു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, കാർമികൻ പ്രാർത്ഥിക്കുന്നതാ, വഞ്ചനയുടെ ആത്മാവിൽ നിന്ന് ഈ നിൻ്റെ പൈതലിനെ നീ ശുദ്ധീകരിക്കണമേ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധിയിൽ ദൈവജനത്തോട് ചേർന്ന് ഞാൻ ഉറക്കെ പറയുക, വഞ്ചനയുടെ ആത്മാവിൽ നിന്ന് എന്നെ നീ ശുദ്ധീകരിക്കണമേ എന്ന് ഈ രാത്രി പ്രാർത്ഥിക്കണം.
സഭ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. 2, a sin of self-sufficiency. സ്വയതൃപ്തിയിലേക്ക് ഈ സഭ പോയി കഴിഞ്ഞിരിക്കുന്നു. എന്തുവാ? സ്വയസംതൃപ്തി. എന്തുവാ സ്വയസംതൃപ്തിയുടെ പ്രത്യേകത? 2 വാക്ക് നമ്മുടെ ഉള്ളിലുണ്ട് എപ്പോഴും. എന്തുവാ? ക്രിസ്തുവിൽ നിന്ന് ഇനി അധികമൊന്നും പ്രതീക്ഷിക്കാനില്ല. ക്രിസ്തുവിന് വേണ്ടി ചിലത് കൊടുക്കാനുണ്ട് താനും. മാർത്തോമാക്കാരെ, ക്രിസ്തുവിൽ നിന്ന് ഇനി അധികമൊന്നും പ്രതീക്ഷിക്കാനില്ല. ക്രിസ്തുവിന് വേണ്ടി ചിലത് കൊടുക്കാൻ എൻ്റെ പക്കലുണ്ട്. ഉള്ളിൽ തോന്നിയിട്ടില്ലേ? നത്തിങ് ടു ഗെയിൻ. പണ്ടൊക്കെ പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും വചനം കേൾക്കുന്നതുമൊക്കെ എനിക്ക് ചിലത് നേടാനാണെന്നുള്ള ബോധ്യമുണ്ടായിരുന്നു. ഇനി പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചു പോകണേ. എന്നിട്ട് നിങ്ങൾ ചോദിക്കും, ഞങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ ചോ? ഇല്ലേ? ശ്രദ്ധിച്ച് കേൾക്കണേ. ഇപ്പം പള്ളി വരുന്ന ആരാണെന്നറിയാമോ? ആരാധനയ്ക്ക് വരുന്നവരല്ല, അനുഷ്ഠാനത്തിന് വരുന്നവരാ. ആരാധനയ്ക്ക് വരുന്നവരെങ്ങനെയാണെന്നറിയാമോ? ദൈവമേ, നീ വല്ലതും തന്നേ മതിയാകുള്ളൂ, നീ ചിലത് പകർന്നേ മതിയാകുള്ളൂ, നീ എന്നെ ശക്തീകരിച്ചേ മതിയാകുള്ളൂ. ഇത് നിൻ്റെ അധരത്തിൽ നിന്നു പോയാൽ നീ ആരാധനക്കാരനല്ല, പിന്നെ അനുഷ്ഠാനക്കാരനാ. ആരാധനക്കാരൻ യാചിക്കുന്നവനാ. ഒരു വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ തിരശ്ശീലയ്ക്കപ്പുറത്ത് തുയാബയുടെ പ്രാർത്ഥനയിൽ പട്ടക്കാരനും മെത്രാച്ചനും ഒക്കെ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുടെ ഇടയിലൊരു വാചകമുണ്ട്. അതിതാ: കർത്താവേ, നിൻ ബസ്ഗസായിൻ വാതിലിൽ മുട്ടി അനുഗ്രഹമിരക്കുന്നേൻ. മാർത്തോമാക്കാരൻ്റെയാ കേട്ടോ. എന്തുവാ? കർത്താവേ, നിൻ ബസ്ഗസായിൻ വാതിലിൽ മുട്ടി അനുഗ്രഹമിരക്കുന്നേൻ. ബാക്കിയുണ്ട്. വഴിതെറ്റി ഞാനിപ്പോൾ പാടുന്നില്ലത്. ആരാധനയ്ക്ക് മുമ്പേ നമ്മുടെ തിരുമേനി മധുബായുടെ തിരശ്ശീല മാറ്റിയിട്ടിട്ട് പറയുന്നതെന്നറിയോ? ഞാൻ വെറും ഒരു യാചകനാണേ, ഞാൻ വെറും ഒരു ഭിക്ഷക്കാരനാണേ. അപ്പാ, നീ തന്നല്ലാതെ, നീ പകർന്നല്ലാതെ എനിക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല. ഈ രാത്രി എൻ്റെ ദൈവമക്കളെ, ഈ രാത്രി നമ്മുടെ ഉള്ളം ചലിക്കുന്നുണ്ടോ? യാചിച്ചാൽ മാത്രം ജീവിക്കാൻ പ്രാപ്തിയുള്ള ഒരുവനാണ് ഞാൻ. ലവോദിക്യ സഭ യാചനയുടെ ശബ്ദം നഷ്ടപ്പെട്ടു പോയി. ഞാൻ പറയും, ഈ നാളുകളിൽ മാർത്തോമാക്കാരന് ഒരു പുതിയ വാക്ക് നാവിൽ വന്നിട്ടുണ്ട്. ആ വാക്കിതാ: ഓ. തോമാച്ച പള്ളിയിലൊക്കെ കാണുന്നില്ലല്ലോ. ഓ. സൂസമ്മേ, സേവികാസംഘം, ഓ. മാർത്തോമാക്കാരൻ്റെ പുതിയ വാക്കാ. ഞാൻ അടിയിലൊരു കൊച്ചു വാക്കൂടെ പറയാം. ഓ ഓ എന്ന് പറഞ്ഞവർ അയ്യോ എന്ന് വിളിക്കേണ്ട കാലമായത്. ഓ ഓ എന്ന് പറഞ്ഞവർ അയ്യോ എന്ന് വിളിക്കുന്ന കാലമായത്. ഉള്ളിലെ ഭാവങ്ങൾ വല്ലതും മാറിയോ? ലവോദിക്യ സഭയെ, നിന്നെ അവൻ അളക്കുകയാ. 2 കുറവ് കണ്ടെത്തി. എന്തുവാ? നിന്നെ ആരോ വഞ്ചിച്ചിട്ടുണ്ട്. 2, നിനക്കാരോ വല്ലാത്ത തൃപ്തി തന്ന് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഒരു വാക്കൂടെ അവിടെ പറയട്ടെ: എ വിക്ടിം ഓഫ് സ്പിരിച്വൽ ഹാലൂസിനേഷൻ. ഈ സഭ
ഒരാത്മീയമായ മായക്കാഴ്ചയിലാണ്. എന്തോ ഞാൻ പറഞ്ഞേ? ഒരാത്മീയ മായക്കാഴ്ച. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. തിരുമേനിയുടെ നാടും കോട്ടയമാണ്. അയൽപക്കത്തുള്ള പള്ളിയിലാണ്. 2 വർഷം മുമ്പേ കോട്ടയം പട്ടണത്തിൽ നിന്നായിരുന്നു എല്ലായിടത്തേക്കുമുള്ള ആത്മീയ തരംഗങ്ങൾ പ്രവേശിക്കുന്നത്. 2 വർഷം മിണ്ടിയില്ല. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ മായക്കാഴ്ച നിങ്ങളെല്ലാവരും കേട്ടതല്ലേ? വന്നോ 1.5 കോടി വന്നോ? മാർത്തോമാക്കാരാ, നീ ആത്മീയ മായക്കാഴ്ചകളിൽ അകപ്പെട്ടിരിക്കുന്നു. 3 കൊച്ചുവാക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണേ രാത്രി. അപ്പാ, എന്നെ ആരോ എൻ്റെ ആത്മീയജീവിതത്തിൽ വഞ്ചനയുടെ ആത്മാവിൽ ഞാൻ ഇന്ന് അകപ്പെട്ടു പോയി. ഞാൻ വാട്സപ്പിലേക്കും ഫേസ്ബുക്കിലോട്ടൊന്നും പോകുന്നില്ല കേട്ടോ. അത് പറയാൻ പോയാൽ 100 കണക്കിന് ആളുകൾ എഴുത്തുകോലുകൾ എടുത്തൊരു കാലമായത്. ഈ കൊച്ചു സഭയെയും പാവപ്പെട്ട ദൈവമക്കളെയും ഒരുപാട് പേർ വഞ്ചിച്ചൊരു കാലമായത്. നമുക്ക് ഉറക്കെ പറയണം, ഒരു വാക്ക് പറയണം. കർത്താവേ, വഞ്ചനയുടെ ആത്മാവിൽ നിന്ന് വിവേകത്തിൻ്റെ ആത്മാവിലേക്ക് നീ എന്നെ മടക്കി കൊണ്ടുവരണേ. എന്നെ നീ കൈമലർത്തി നിൽക്കുവാൻ പഠിപ്പിക്കണമേ. ആത്മീയമായ കാഴ്ചകളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ 1-ാം ഭാഗം അവസാനിപ്പിക്കുക. ഈ ഒരു വാക്കൂടെ പറയട്ടെ. ദൈവമക്കളെ, പുറന്തോടുകൾക്ക് കട്ടി കൂടിപ്പോയാൽ അകത്ത ജീവൻ നഷ്ടമായി പോകും. എന്തുവാ? പുറന്തോടുകൾക്ക് കട്ടി കൂടിപ്പോയാൽ അകത്ത ജീവൻ നഷ്ടപ്പെട്ടു പോകും. ഒരു ദിവസം ഒരു കുഞ്ഞ് കോഴിമുട്ട എടുത്തുകൊണ്ട് നടക്കുക. അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും എല്ലാം ഈ കുഞ്ഞിനോട് പറയുന്നുണ്ട്, മോനെ, എന്തുവാ, പൊട്ടിപ്പോവും. അപ്പം ആ കുഞ്ഞ് അമ്മയോട് പറഞ്ഞു, പൊട്ടിയാലെന്നാ? അയ്യോ, പൊട്ടിയാൽ ഇതിനകത്തൊരു ജീവനുണ്ട്, കോഴിയുണ്ട്. അപ്പം ആ കുഞ്ഞ് തിരിച്ചു ചോദിച്ചു, ഈ ദൈവം നമ്പുരാന് അല്പം കൂടെ കട്ടി കൂട്ടി ഇത് ഉണ്ടാക്കരുതായിരുന്നോ? കാരണം എന്താ? ഇതിനകത്തൊരു ജീവനുണ്ടെങ്കിൽ. മാർത്തോമാക്കാരാ, നിന്റെ ജീവിതം കയ്യിലിരിക്കുന്ന പളുങ്കുപാത്രം പോലെയാ. മൺപാത്രമായത് കേട്ടോ. അതിനുള്ളിലാണ് അത്യന്ത ശക്തി നിക്ഷേപിച്ചിരിക്കുന്നത്. എൻ്റെ മാർത്തോമാക്കാരെ, ഈ രാത്രി നമുക്കുറക്കെ സമ്മതിച്ചു കൊടുക്കണം. കർത്താവെ, പുറന്തോടുകൾക്ക് കട്ടി കൂടിപ്പോയാൽ ഞങ്ങളുടെ ഉള്ളിലെ ജീവൻ നഷ്ടപ്പെട്ടു പോകും. ഈ രാത്രി സഭയെ 1-ാമത് കർത്താവ് അളന്നു. എന്താ? വിശദീകരിക്കുന്നില്ല. 1-ാമത് അളന്നു. ഈ കൂട്ടത്തിൽ, ഈ അളന്ന കൂട്ടത്തിൽ എന്നെ കൂടെ ചേർത്തോ കർത്താവ്? എന്നെ കൂടെ പരിശോധിക്കാൻ ബലപ്പെടുത്തിയോ കർത്താവ്? ദൈവമക്കളെ, ഗായക സംഘം അവസാനത്തെ ഗാനം പാടിയതിനകത്ത് എല്ലാം ഉണ്ട്. എന്തുവാ? എൻ്റെ പ്രിയൻ വരാറായി, നീ ജാഗ്രതയോടെ ഇരിക്കണം. ഈ രാത്രി 1-ാമത്തെ അളവ് എന്ത്? എന്നെ വഞ്ചനയുടെ ആത്മാവിൽ നിന്ന് മടക്കിക്കൊണ്ടുവരണമേ. 2-ാം ധ്യാനത്തിലേക്ക് അല്പം കൂടെ വേഗം. 2-ാമതായി ഈ സഭയോട് കർത്താവ് പറയുക, ഞാൻ നിന്നെ അളന്നപ്പോൾ നിന്നോട് പറയുന്നു, ഐ ആം കോളിങ് യു ടു ഹാവ് സം എക്സ്ചേഞ്ചസ്. എന്തോ ഞാൻ പറഞ്ഞേ? സഭയെ നിന്നെ ഞാൻ അളന്നപ്പോൾ 2-ാമത് കണ്ടത്, നിനക്ക് ചിലത്
മാറ്റി വാങ്ങേണ്ടതുണ്ട്. മാറ്റി വാങ്ങേണ്ടതുണ്ട്. ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. ചേഞ്ച് എന്നുള്ള വാക്കുകൊണ്ട്, എക്സ്ചേഞ്ച് എന്നുള്ള വാക്കുകൊണ്ട്. എന്തുവാ? ചേഞ്ച് ആൻഡ് എക്സ്ചേഞ്ച്. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, മാനസാന്തരം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ മാറ്റിവെക്കുന്നതല്ല, ചില കാര്യങ്ങൾ മാറ്റി വാങ്ങുന്നതാണ്. ഹല്ലേലൂയ. മാനസാന്തരം ചിലത് മാറ്റിവെക്കുന്നതല്ല, പിന്നെ ചിലത് മാറ്റി വാങ്ങുന്നതാണ് മാനസാന്തരം. ചിലർ പറയത്തില്ലേ, ഞാൻ ഒരു കൊച്ചു കുഴപ്പമുണ്ടായിരുന്നു, ഇനി അതങ്ങ് മാറ്റിവെച്ചു. കർത്താവ് പറഞ്ഞത് മാറ്റിവെക്കാനല്ല, പിന്നെ മാറ്റി വാങ്ങാന്. ഞാനൊരു സ്തോത്രം പറയാനുള്ളൊരു വാചകം പറയട്ടെ. കാൽവറി ഈസ് എ വണ്ടർഫുൾ എക്സ്ചേഞ്ച്. കാൽവറി എന്തിനാ ഉയർത്തിയെന്നറിയാമോ? നിനക്കും എനിക്കും ചിലത് മാറ്റി വാങ്ങാനുള്ള സ്ഥലമാണ് കാൽവറി. എന്തോ ഞാൻ പറഞ്ഞേ? കാൽവറിയിൽ എൻ്റെ അരുമനാഥൻ എനിക്കും നിനക്കും ചിലത് മാറ്റി വാങ്ങാനുള്ള സ്ഥലമാണ്. മാർത്തോമാക്കാരെ, 2022 കൊച്ചു ചില കാര്യങ്ങൾ മാറ്റിവെച്ചതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ടവനായില്ല. എൻ്റെ അരുമനാഥൻ തരുന്നത് ചിലത് മാറ്റി വാങ്ങണം ഈ രാത്രി. നമുക്ക് ആ കാൽവരി അല്പനിമിഷത്തേക്ക് പോകാം. 3 കാര്യങ്ങൾ മാറ്റി വാങ്ങണമെന്ന് ഈ സഭയോട് കർത്താവ് ഉപദേശിക്കുക. എന്തുവാ? 3 കാര്യങ്ങൾ മാറ്റി വാങ്ങണം. 1, നിന്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് മെച്ചപ്പെടാൻ ഞാനൊരു ലേപം തരാം. ലേപനം. മനുഷ്യനെ വിളിച്ചപ്പോഴേ ഒരു പുള്ളി ഇട്ടുകൊണ്ട് വന്നില്ലേ? എന്നിട്ട് പറഞ്ഞു, ഇതും കൊണ്ടല്ല, ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് അകത്ത് കയറാൻ പറഞ്ഞു. ഇപ്പം ആ പുള്ളി എന്നാ പറഞ്ഞു? ഓ, ഈ ഇരിക്കുന്നതിനേക്കാളും നല്ലതാ ഞാൻ ഇട്ടേക്കുന്നതെന്ന്. ഇന്ന് മാരാമണ്ണൊക്കെ കൽപ്പന വരും, ഇനി സംബന്ധിക്കുന്നവരെല്ലാം എന്തോ ശുഭ്രവസ്ത്രധാരികളായിട്ട് ഇപ്പോഴേ കാഞ്ചീപുരം വാങ്ങിച്ചു വെച്ചിരിക്കുക. കാരണം എന്താ? ഇതിനേക്കാൾ മഹത്വമുണ്ട്. എന്തിനാ? വസ്ത്രത്തിൻ്റെ കാര്യമല്ല, കമ്പിളിയുടെ കാര്യം പറഞ്ഞത്. ഒരു വാക്ക് ശ്രദ്ധിക്കണം. വെള്ളവസ്ത്രം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ ലൈഫ് സ്റ്റൈൽ. നിന്റെ ജീവിതശൈലിയുടെ വസ്ത്രത്തിൻ്റെ പേരാ വെള്ളവസ്ത്രം. ശിവ്യാസംഘകാരിയെ, വെള്ളവസ്ത്രം എടുത്തത് കൊണ്ടൊന്നും നീ മെച്ചപ്പെടാൻ പോകുന്നില്ല കേട്ടോ. ജീവിതശൈലി വ്യത്യാസപ്പെടുത്തിയാലേ എൻ്റെ കർത്താവ് നിന്നെ ഉൾക്കൊള്ളത്തുള്ളൂ. കറുത്ത കമ്പിളിയും കൊണ്ട് പോയവരോട് പറഞ്ഞു, ജീവിതശൈലിക്കൊരു പുതിയ വസ്ത്രം തരാം. എന്താ? വെള്ളവസ്ത്രം. പാട്ടുകാരൻ പാടി, നിന്നലങ്കാര വസ്ത്രം ധരിച്ചിടുവാൻ കോവിഡ് ആയപ്പോഴത്തേന് പാട്ടൊക്കെ മറന്നുപോയില്ലേ? ഒന്ന് ഉറക്കെ പാടിക്കേ മറന്നുപോക്കാര്. നിന്നലങ്കാര വസ്ത്രം ധരിച്ചിടുവാൻ ദൈവമേ മേലാൽ എന്നിൽ അശുദ്ധനും ശലയില്ലാത്തോനും ചേർന്നു വരികയില്ല. മേലാൽ എന്നിൽ അശുദ്ധനും ശലയില്ലാത്തോനും ചേർന്നു വരികയില്ല. നിനക്ക് ഒരു ജീവിതശൈലിയുടെ അഭിഷേക വസ്ത്രം ഞാൻ തരാം. 3, നിന്റെ പൊന്ന് കറ പിടിച്ചുപോയി. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടത്തെ അമ്മച്ചിമാർ പറയും, ദാണ്ടേ അവൻ്റെ പൊന്ന് പിത്തളയായിപ്പോയെന്ന് പറയും. ഇവിടെ പറയുമോ? ഞങ്ങളുടെ നാട്ടിൽ പറയും എന്ന് പറഞ്ഞാൽ അവൻ്റെ പൊന്ന് പിത്തളയായിപ്പോയെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അത് പിത്തളയായിപ്പോയെന്നാ.
സ്വർണത്തെക്കുറിച്ച് മാത്രമല്ല, ചില ദുരന്തങ്ങളെ അത് സൂചിപ്പിക്കുന്നത്. പൊന്ന് പിത്തളയായിപ്പോയി. ലവോദിക്കക്കാരോട് പറഞ്ഞു, നിന്റെ പൊന്ന് ഞാൻ ഊതിക്കഴിച്ച പൊന്നാക്കി തരാം. ഞാൻ അടിവരയിലിട്ട് വാക്ക്, ക്രിസ്ത്യാനിറ്റി ഈസ് എ ക്വാളിറ്റേറ്റീവ് ലിവിങ്. ക്രിസ്തീയ ജീവിതം ഗുണപരമായ വ്യത്യാസമുള്ള ജീവിതമാണ്. ഊതിക്കഴിച്ച പൊന്നിൻ്റെ ജീവിതശൈലിയാണ് ക്രിസ്തീയ ജീവിതം. ഞാൻ 3 വാക്ക് ഓർപ്പിക്കുകയാണ്. മാറ്റി വാങ്ങാൻ അളന്നപ്പോൾ അരുമനാഥൻ രണ്ടാമതായി നമ്മളെ പഠിപ്പിച്ചത് 3 കാര്യങ്ങൾ മാറ്റി വാങ്ങാനാണ്. 1, കാഴ്ച മാറ്റി ദർശനം തരാം. കറുത്ത കമ്പിളി മാറ്റി പുതിയ ജീവിതശൈലിയുടെ വസ്ത്രം തരാം. പിന്നെ കറ പിടിച്ച പൊന്ന് മാറ്റി ജോയാലുക്കാസതാൻ്റെ തരാമെന്നല്ല, പിന്നെ കറ പിടിച്ച പൊന്ന് മാറ്റി തീയിലൂതിക്കഴിച്ച പൊന്ന് തരാം. ദൈവവേദലെ സ്തോത്രം പറയാൻ മർമ്മം പറയട്ടെ. ഞാൻ ഇത് മാറ്റി വാങ്ങിയാൽ എനിക്കും നിനക്കും ഒരു ഗുണമുണ്ട്. എന്തെന്നറിയാം? യൂസ്ഫുൾനെസ് എഗെയിൻ ഇൻ എക്സ്ചേഞ്ച്. മാറ്റി വാങ്ങുന്നവനെ കൊണ്ടേ ഈ സഭയ്ക്കും ഈ പള്ളിക്കും ഗുണമുള്ളൂ. മാറ്റി വാങ്ങുന്നവനെ കൊണ്ട് മാത്രമേ എൻ്റെ അരുമനാഥന് പ്രയോജനമുള്ളൂ. ദൈവമക്കളെ, അടുത്ത ഞായറാഴ്ച വിശുദ്ധ കുർബാന മാറ്റി വാങ്ങിയൊരു ജീവിതമായി മടങ്ങിപ്പോകാൻ എന്നെ കർത്താവ് സഹായിക്കണം. ഈ രാത്രി ചേർന്നിരിക്കുന്നവരോടൊരു സ്തോത്രം പറയാൻ ഞാൻ അടിവരയിടാൻ പോവുക. കാൽവറിയിൽ കൊടുത്ത ഒരുപാട് കാര്യങ്ങൾ മാറ്റിത്തന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഞാൻ ചില വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് സ്തോത്രം പറയാൻ തോന്നും. അപ്പം 2 മുറിയുള്ള വീടായിരുന്നു, 2 നിലയുള്ള വീടാക്കി തീർത്തു. കാൽവറി മാറ്റി തന്നതാണ്. 100 രൂപ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് അധ്വാനിച്ചു വാങ്ങാൻ ആഗ്രഹിച്ചതാ. എൻ്റെ കുഞ്ഞ് 1,00,000 രൂപയാണ് ഒരു മാസം ശമ്പളം വാങ്ങിയത്. കാൽവറി മാറ്റി തന്നതാണ്. ഞാൻ തകർച്ചയിൽ കിടന്ന് വാതിലടച്ച് നിലവിളിച്ചവനാ. എന്നെ ഉണർത്തിയൊരു ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ചില രോഗികളായി മാസങ്ങളോളം കട്ടിൽ കിടന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. നിന്നെ താങ്ങി എഴുന്നേൽപ്പിച്ചൊരു കാൽവരിയുടെ സന്തോഷം ഈ രാത്രിയുണ്ട്. ദൈവമക്കളെ, കാൽവറിയിലേക്ക് നോക്കിയാൽ പാപിയെ പർദീസ നൽകി ബഹുമാനിച്ച കാൽവറിയുടെ താഴ്വരയാണ്. ഞാൻ ഈ രാത്രി എൻ്റെ ദൈവമക്കളോട് പറയുക, ഒരു നിമിഷം സ്തോത്രത്തോടെ ഇരിക്കണം. കാൽവറി ഈസ് എ വണ്ടർഫുൾ എക്സ്ചേഞ്ച്. കാൽവറി ചിലത് മാറ്റി വാങ്ങാനുള്ള ഒരു രാത്രിയാണ്. മച്ചി 7 പ്രസവിക്കും. ദരിദ്രൻ പൊടിയിൽ നിന്ന് എഴുന്നേൽക്കും. അഗതിയെ കുപ്പയിൽ നിന്നുയർത്തും. ആവശ്യങ്ങളെ അത്ഭുതങ്ങളാക്കി തീർക്കും. ഏറ്റവും പുറകിലിരിക്കുന്ന എൻ്റെ യൗവനക്കാരോട് ഞാൻ ഈ രാത്രി ചോദിക്കുക, ഈ രാത്രി എന്തെങ്കിലും നിനക്കെൻ്റെ അരുമനാഥൻ്റെ പക്കൽ നിന്ന് മാറ്റി വാങ്ങണമെന്ന് താല്പര്യമുണ്ടോ? ഹല്ലേലൂയ. എൻ്റെ കർത്താവ് കാൽവരിയുടെ നെറുകയിൽ നിന്നുകൊണ്ട് നിന്നോട് ചോദിക്കുക, നീ ചിലതെൻ്റെ പക്കലേൽപ്പിച്ചാൽ ഞാൻ നിനക്ക് ചിലത് മാറ്റിത്തന്ന് അനുഗ്രഹിക്കുന്നൊരു ദൈവമാണ്. ദൈവമക്കളെ, കരങ്ങളുയർത്തിയൊരു സ്തോത്രം പറയാമോ? കർത്താവേ, നീ ഞങ്ങൾക്ക് മാറ്റിത്തന്നതല്ലാതെ മറ്റൊന്നും പറയാനില്ല. നീ ഞങ്ങൾക്ക് മാറ്റിത്തന്നതല്ലാതെ ഒന്നും പറയാനില്ല. രാത്രി എൻ്റെ കുഞ്ഞുങ്ങളോട്, എൻ്റെ ഭവനത്തോട്, എൻ്റെ ദേശത്തോട് നീ ഇടപെട്ട് മാറ്റിത്തന്നതായി 2 കരം.
ദൈവമക്കളെ, ഒരു വൈദികൻ എന്നുള്ള നിലയിൽ ഞാൻ പഠിച്ചത് സെൻറ്റ് ജോൺസ് കോളേജിലാണ്. ഞാൻ ഇന്ന് വന്നപ്പോൾ കോളേജിൻ്റെ വാതിലൂടെ കടന്നു വന്നപ്പോൾ അറിയാതൊരു സ്തോത്രം പറഞ്ഞു. ഞാൻ വന്ന വഴി പറഞ്ഞൊരു വാചകമുണ്ട്. യോഗ്യതയൊന്നുമില്ലാത്ത എന്നെ, എൻ്റെ അപ്പച്ച, ഈ പ്രദേശത്ത് എഴുന്നേറ്റുന്നൊരു സാക്ഷ്യം പറയാൻ എന്നെ, ഈ മൺകൂടാരെന്നായിരുന്ന എന്നെ നീ ഒരു മാനപാത്രമാക്കി മാറ്റിയെടുത്തല്ലോ കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇനിയും നിങ്ങളെ മാറ്റിയെടുക്കാൻ ഒരു സർവശക്തനുണ്ട്. ആര് രാത്രി അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. യൂസ്ഫുൾനെസ് അഗെയിൻ ഇൻ എക്സ്ചേഞ്ച്. നിന്നെ ഉപയോഗക്ഷമതയുള്ളവനാക്കാൻ നീ അവിടേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഈ രാത്രി ചിലത് മാറ്റിവെക്കാനുള്ള രാത്രിയല്ല, ചിലത് മാറ്റി വാങ്ങാനുള്ളതാ. ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് പറഞ്ഞോട്ടെ, ഏതെങ്കിലും തെറ്റായ ശീലങ്ങളിൽ ഈ രാത്രി എൻ്റെ വചനം കേൾക്കുന്നുണ്ടോ? പിതാവേ, നീ മാറ്റി വാങ്ങിയിട്ട് പോകണം കേട്ടോ. ചിലത് തെറ്റായി കയ്യിലെടുത്തുകൊണ്ട് പോകുന്നവൻ്റെ കയ്യിൽ ഈ രാത്രി ദൈവവചനം തിരികെ തന്നു വിടുന്ന കർത്താവാ. നീ കടഭാരം കൊണ്ടും വേദന കൊണ്ടുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലത് മാറ്റിത്തരാൻ എൻ്റെ കർത്താവ് മതിയായവനാ. കാൽവറിയെ നോക്കി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആ കാൽവറിയുടെ ഉന്നതിയിലേക്ക് ഒരു നന്ദി പറഞ്ഞാട്ടെ. കർത്താവേ, ഞങ്ങൾ കൂപ്പുകൈകളോടെ തിരുസന്നിധിയിൽ നിൽക്കുകയാണ്. നീ ഞങ്ങൾക്ക് ചിലത് മാറ്റിത്തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം. 2 ധ്യാനങ്ങൾ കഴിഞ്ഞു. 2 കൊച്ചു ധ്യാനങ്ങൾ കൂടെ, ഒരുപാട് നീട്ടിക്കൊണ്ടു പോകില്ല. നിങ്ങൾ ശ്രദ്ധയോടെ ഇരുന്ന് വചനം കേൾക്കുന്നതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. 3-ാം ധ്യാനത്തിലേക്ക് പോകാം. 3-ാമത് മാറ്റി വാങ്ങേണ്ടത് നിന്റെ ശീതോഷ്ണാവസ്ഥകളെ മാറ്റി വാങ്ങണം. 3-ാമത് ലവോദിക്കിയ സഭയെ കർത്താവ് അളന്നത് അതിൻ്റെ അവസ്ഥകളെ അളന്നു. അല്പം കൂടെ ലളിതമായി പറഞ്ഞാൽ, the attitude of the church is measured. എൻ്റെയും നിൻ്റെയും മനോഭാവത്തെ അളക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവവേദല്ലേ, നിങ്ങൾ ആദ്യം വിചാരിച്ചു ആലയത്തെയും യാഗപീഠത്തെയും മാത്രമേ കർത്താവ് അളക്കത്തുള്ളെന്നാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്ന 2 പേരെ കർത്താവ് അളക്കുമെന്നാണ് വിചാരിക്കുന്നത്. 1 തിരുമേനിയെ, 2 അച്ഛന്മാരെ. പിടികിട്ടിയില്ലയോ? ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചേ. തിരുമേനിയെയും കർത്താവ് അളക്കും. ഇതിനെന്നറിയോ? തിരുമേനിയാണല്ലോ പള്ളി കൂതാശ ചെയ്തതേ. സുവിശേഷത്തിനനുസരിച്ചാണോ ദൈവാലയമെന്ന് അളക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മെത്രാച്ചനോടും കർത്താവ് ചോദിക്കും. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് കേട്ടോ. 2ാമത് ചോദിക്കുന്നത് എന്നോടാ, ഇവിടെ ഇരിക്കുന്നവരോടാ. എന്തോ ചോദിക്കുന്നേ? യാഗപീഠത്തിൽ സത്യത്തിലും ആത്മാവിലുമാണോ ചൊല്ലിയതെന്ന്. തീർന്നില്ല, നിങ്ങളോടൊരു ചോദ്യമുണ്ട്. എന്തുവാ? വികാരം വല്ലവും വ്യത്യാസപ്പെട്ടു പോയോന്ന്. വരാം, നിങ്ങളെക്കുറിച്ചാണ് ഈ രാത്രി പറയാൻ പോകുന്നത്. ശീതോഷ്ണാവസ്ഥയിലേക്ക് പോയി ഒരു സഭ. ഒരല്പം ഗഹനമുള്ള ഭാഗമാണെന്ന് നിങ്ങൾക്കറിയാം. ഞാനതിനെ ലളിതമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക. 10 മിനിറ്റൂടെ വളരെ അലേർട്ടായിട്ടിരിക്കണം, എന്നാലേ എനിക്കത് പറഞ്ഞു തീർക്കാൻ പറ്റുള്ളൂ. ശീതോഷ്ണാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒത്തിരി പ്രസംഗം കേട്ടിട്ടുള്ളതാണ്. ശീതോഷ്ണാവസ്ഥ എന്ന് പറഞ്ഞാൽ 3 കൊച്ചു വാക്ക് പറയാം. കുഞ്ഞുങ്ങളുടെ ഇരിക്കുന്നുണ്ട്, കൊച്ചു ഇംഗ്ലീഷൊക്കെ അവർ കുറിച്ച് വീട്ടിൽ കൊണ്ടുപോയി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. മോനെ, ലൂക്ക് വാം ആറ്റിറ്റ്യൂഡ്. എന്തുവാ? ഒരു നല്ല ഇംഗ്ലീഷ് വാക്ക് പഠിച്ചു വെച്ചു. എന്തുവാ? ലൂക്ക് വാം ആറ്റിറ്റ്യൂഡ്. ശീതോഷ്ണാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തുവാ? 3 വാക്ക് പറയാൻ പോവാ. 1, നോ വാം അഫെക്ഷൻ. മലയാളത്തിൽ പറഞ്ഞാൽ വികാരങ്ങളില്ലാത്ത വിശ്വാസ ജീവിതം. എന്തുവാ?
വികാരങ്ങളില്ലാത്ത വിശ്വാസ ജീവിതം. പിടികിട്ടിയില്ല ശരിക്ക്, ശരി കട്ട് ചെയ്യാം. തൊട്ട് താഴത്തെ കാര്യം പറയുമ്പം മനസ്സിലാകും. കർത്താവ് വലിയവനാ, അവൻ സ്നേഹമുള്ളവനാ, അവൻ കാൽവറിയിൽ ക്രൂശിൽ യാഗമായെന്നൊക്കെ പറഞ്ഞാൽ മക്കളെ ഇന്ന് വല്ലതും തോന്നാറുണ്ടോ? നിനക്ക് വല്ലതും തോന്നാറുണ്ടോ? ചെറുതായിട്ടില്ലേ? ചെറുതായിട്ട് തോന്നും. മക്കളെ, ചെറുതായിട്ട് തോന്നിയിടത്തുനിന്ന് രണ്ടുപേരും ഞാൻ അപ്പുറത്തോർപ്പിക്കാൻ പോവാ. ഉള്ളമൊരുകുന്നൻ ശങ്കുതകരുന്നൻ കണ്ണുനീറയുന്നൻ രക്ഷകനെ. എൻ്റെ കർത്താവിനെ കണ്ടപ്പോൾ ഉള്ളമൊരുകുന്നൻ ശങ്കുതകരുന്നൻ കണ്ണുനീറയുന്നൻ രക്ഷകനെ. കൊയറുകാരോട് ഞാൻ ചോദിക്കുക, എൻ്റെ അരുമനാഥനെ കണ്ടാൽ നിൻ്റെ ഉള്ള ഉരുവോ, നിൻ്റെ ചങ്ക് തകരുമോ, നിൻ്റെ കണ്ണ് നിറയുമോ? ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ നീ ആരാധനക്കാരിയല്ല, നീ മാർത്തോമക്കാരിയല്ല, നീ ക്രിസ്ത്യാനിയല്ല. ഇന്ന് വൈകാരികമായ സംസാരം എവിടാ നടക്കുന്നറിയോ? രണ്ടുപേര് തമ്മിൽ കൂടിയ വൈകാരികമായ വലിയ സംസാരം നടക്കുന്നത് ഇങ്ങനെ മക്കളെക്കുറിച്ചും മരുമക്കളെക്കുറിച്ചുമാണ്. അല്പം കൂടെ അങ്ങോട്ട് പോയാൽ മരുമോൻ കൊണ്ടുപോയ ഇൻ്റർനാഷണൽ ടൂറിനെ കുറിച്ചാണ് വർത്തമാനം. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ പള്ളിക്കാർ കേൾക്കും, എന്നാലും പോട്ട് കുഴപ്പമില്ല. ഒരു ടീച്ചർ എന്നോട് പറഞ്ഞ, എൻ്റെ പള്ളിയിൽ 2 ആഴ്ചയുള്ളൂ, ഞാൻ 2 ആഴ്ച വേറെ സെമിനാരി അച്ഛന്മാരാ. ഒരു ടീച്ചറിനോട് പറയാം, അച്ഛാ കഴിഞ്ഞ ആഴ്ചയിലെ ആരാധന കഴിഞ്ഞപ്പോൾ ഒരു 10 പേര് കൂടി നിൽക്കുന്നു. ഞാൻ ഓടിച്ചെന്നങ്ങോട്ട് എന്തോ സംഭവിച്ചെന്നറിയാനാ. സംഭവിച്ചത്രേ ഉള്ളൂ, ആ വീട്ടുപേര് പറയണ്ട, ആ വീട്ടിലെ മരുമോളെ ശീമാട്ടിന്നൊരു പുതിയ ചുരിദാറിട്ടുകൊണ്ട് വന്നു കേട്ടോ. അതിൻ്റെ വിശേഷങ്ങൾ അറിയുമായിരുന്നു. ഉള്ളമുരുകുന്നു, ചങ്ക് തകരുന്നു, കണ്ണു നിറയുന്നു. വികാരങ്ങളില്ലാത്ത വിശ്വാസിയെ നീ ശീതോഷ്ണാവസ്ഥയിലാണ്. 2, നോ ഏണസ്റ്റ് ഡിവോഷൻ. ആദരവില്ലാത്ത ജീവിതം, ആദരവില്ലാത്ത വിശ്വാസ ജീവിതം ശീതോഷ്ണാവസ്ഥയിലാണ്. എന്തുവാ ആദരവില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ? 2 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആദരവ് പോയി. ഏതിനെക്കുറിച്ചെന്നറിയാമോ? വചനത്തിലും വിശുദ്ധ ശുശ്രൂഷയിലും. മക്കളെ, വചനം കേൾക്കാൻ ഈ പാവപ്പെട്ട അച്ഛൻ പ്രസംഗിക്കുന്നതേ ദൈവവചനമാണെന്ന് നീ അറിയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നീ എങ്ങനെ അതിനെ കേൾക്കണം? ഇങ്ങനെ കേൾക്കണം. ആദരവ് നഷ്ടപ്പെട്ട ജീവിതമാ ആലയത്തിൽ. ഒരുപാട് പണ്ടത്തെ അച്ഛനൊന്നുമല്ല ഞാൻ കേട്ടോ, 10-31 വർഷമായി. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഒരു 10-20 വർഷം മുമ്പേ പള്ളി ആരാധനയിൽ നല്ലൊരു വിശുദ്ധ കുർബാനയും നല്ലൊരു ദൈവവചനവും കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു 10 പേര് കാണുമായിരുന്നു മുമ്പിൽ. ശോശാമ്മ അമ്മച്ചി, പിന്നെ 20 വർഷത്തിന് ശേഷം ആൻറ്റി ഉണ്ടായത്. ആൻറ്റിയല്ല, അമ്മാമ്മ. ശോശാമ്മ മുമ്പിൽ നിൽക്കുക. എന്നാ അമ്മാമ്മ? അച്ഛാ ഇന്നത്തെ കുർബാനയെ ഒത്തിരി അനുഗ്രഹമായിരുന്നു അച്ഛാ.
മോളി ആൻറ്റി പറയാ, അച്ചോ ഇന്ന് ആ പ്രസംഗത്തിലെ രണ്ടാമത്തെ പോയിൻ്റ് ഉണ്ടല്ലോ, ഓ ചങ്ക് തകരുന്ന പോയിൻ്റായിരുന്നു. ഇന്ന് ആരാധന കഴിഞ്ഞ് അച്ഛൻ ബോധം കെട്ട് വീണാൽ ഒരു ഗ്ലാസ് വെള്ളം കിട്ടാൻ പാടാ. മാർത്തോമക്കാരാ, നിന്റെ ആദരവ് പോയെങ്കിൽ നീ ശീതോഷ്ണാവസ്ഥയില്ല. കയ്യിലിരിക്കുന്ന, ഞാൻ പൊക്കിക്കുന്നൊന്നുമില്ല, ഈ ഹോളിനുള്ളിൽ എത്ര പേരുടെ നെഞ്ചോട് ചേർക്കാൻ ഒരു വചനമുണ്ട്. എന്നെ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ നിങ്ങൾ ഒരുവനായി സംസാരിക്കുകയാണ് രാത്രി. ആദരവ് നഷ്ടപ്പെട്ടാൽ നീ ശീതോഷ്ണാവസ്ഥയില്ല. ഒരു വാക്കൂടെ ത്യാഗങ്ങൾ നഷ്ടപ്പെടുന്നു. നോ സെൽഫ് സാക്രിഫൈസ്. ആരാധനയൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്, എന്തോ ഇല്ല, ത്യാഗങ്ങൾ നഷ്ടപ്പെടുന്ന ക്രിസ്തീയ ജീവിതം. ആരാധിച്ചങ്ങ് പോകുന്നതേ ഉള്ളൂ, ആരാധനയ്ക്ക് നൽകേണ്ട വില നൽകുന്നില്ല. എന്തുവാ? ആരാധനയ്ക്ക് നൽകേണ്ട വില നൽകുന്നില്ല. എന്തുവാ ആരാധനയ്ക്ക് നൽകേണ്ട വില? ഇന്ന് നമ്മളൊക്കെ പൊതുവെ അത്ഭുതം കൂറും. എപ്പോഴാണെന്നറിയോ? അയൽവക്കത്തെ സോമൻ 10 സെൻറ്റ് സ്ഥലം പഞ്ചായത്തിന് കൊടുത്തു. ഇവിടെ ആലഞ്ചേരി 10 ഏക്കറുള്ളവരിന്ന് ഇവിടുന്ന് പ്രസംഗം കേൾക്കുന്നുണ്ട്. എനിക്കറിയാൻ കൃത്യമായിട്ട് 10 ഏക്കർ സ്ഥലം അയൽവക്കക്കാരൻ്റെ ത്യാഗത്തിൽ അത്ഭുതം കൂറുന്നതല്ലാതെ ആ പഴയ 10 രൂപ നോട്ട് ഇങ്ങനെ പിടിച്ചിടുന്നതല്ലാതെ വല്ല മാനസാന്തരവും ഉണ്ടായോ? നീ ശീതോഷ്ണാവസ്ഥയില്ല. എൻ്റെ ദൈവമക്കളെ, ഞാൻ രാത്രി വളരെ വളരെ ശ്രദ്ധയോടെ മൂന്നാമത്തെ ദൂത് പറയുക. നീയും ഞാനും ഇന്ന് കർത്താവിൻ്റെ അളവിൽ ശീതോഷ്ണാവസ്ഥയില. 3 കാരണമാണ് പറഞ്ഞേ. ഒന്നെന്തുവാ? വികാരങ്ങളില്ലാത്ത വിശ്വാസ ജീവിതം, ആദരവില്ലാത്ത വിശ്വാസ ജീവിതം, ത്യാഗങ്ങളില്ലാത്ത വിശ്വാസ ജീവിതം. ഇന്ന് മാർത്തോമാക്കാർക്ക് പൊതുവെ ഒരാഗ്രഹമേ ഉള്ളൂ, 2 ലോകത്തിലെയും നല്ലത് വേണം. സ്വർഗനാട്ടിലും പ്രിയം തീർത്തിടെന്ന് പറഞ്ഞാൽ കൂടെ പാടും. പിറ്റേ ദിവസം രാവിലെ നേരെ ലുലു പോവും. പിടികിട്ടി? എന്തുവാ? 2 ലോകത്തിലെയും നല്ലത് വേണം. 2 ലോകത്തിലെയും നല്ലത് വാങ്ങുന്നവൻ്റെ പേരാ അരിഷ്ടൻ. മാർത്തോമാക്കാരനല്ല. 2 കൈ നീട്ടിയിരിക്കുക. കുഞ്ഞുങ്ങൾക്കറിയാൻ വേണ്ടി ഒരു കാര്യം കൂടെ പറയാം. മക്കളെ, ഫുഡ് ഇൻ ബോത്ത് ക്യാമ്പ്സ്. പിടികിട്ടിയോ? മോനെ പിടികിട്ടി. എന്തുവാ? 2 തോണിയിൽ കാൽ വെച്ചാൽ എന്തുവാ? നീ ശാസ്താംകോട്ട കായലിൽ നിന്ന അർത്ഥം. ഒരു നിമിഷം നമുക്ക് ധ്യാനിക്കാം. അപ്പോൾ നീ എന്നെ അളന്നപ്പോൾ ആദരവ് നഷ്ടപ്പെട്ട ഒരു ക്രിസ്ത്യാനിയാ, ചങ്ക് തകരാത്തൊരു ക്രിസ്ത്യാനിയാ, കണ്ണ് നനയാത്തൊരു ക്രിസ്ത്യാനിയാ, ത്യാഗങ്ങളില്ലാത്തൊരു ക്രിസ്ത്യാനിയാ. ആര് പ്രാർത്ഥിക്കും രാത്രി? കർത്താവേ, എന്നെ ശീതോഷ്ണാവസ്ഥയിൽ നിന്ന് നിൻ്റെ ശക്തിയുള്ള ആത്മാവിനാൽ എന്നെ പരിശുദ്ധാത്മാവാഗ്ന അഗ്നി കൊണ്ട് നീ ബലപ്പെടുത്തണമേ ഈ രാത്രി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാഗ്ന അഗ്നിയാൽ നീ എന്നെ ബലപ്പെടുത്തണമേ ഈ രാത്രി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവസാനത്തിലേക്ക് വരികയാണ്. 3 more minutes പ്ലീസ്. 4ാമത്, ആലയത്തെ അളന്ന
യാഗപീഠത്തെ അളന്ന, ആരാധനക്കാരനെ അളന്ന കർത്താവ് പറഞ്ഞു, ഇതിനെല്ലാം പരിഹാരം ഒന്നേ ഉള്ളൂ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അത്താഴം കഴിക്കും. നമുക്കതിലേക്ക് തിരിച്ചു വരാം. ഈ രാത്രി നമ്മളൊരു കൊച്ചു സമർപ്പണം ചെയ്യേണ്ട രാത്രിയാണ്. അളന്നവൻ പറയുന്നു, നീ അത്താഴത്തിലേക്ക് വരിക. ശീതോഷ്ണാവസ്ഥയിൽ നിന്നും ശിഷ്യത്വത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ നിന്നെ ഞാനൊരു അത്താഴത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അത്താഴത്തിൽ കർത്താവ് വരിക. അവിടെയും നമ്മുടെ ഒരു ബലഹീനതയായതുകൊണ്ട് ഞാൻ 3 കൊച്ചു വാക്ക് പറയാം. ഒന്ന്, നോക്കിംഗ് ക്രൈസ്റ്റ്. അത്താഴത്തിന് വന്നവൻ എന്തോ ചെയ്യുക? മുട്ടിക്കൊണ്ടിരിക്കുക. ഈ മുട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ മനസ്സിലാക്കിയിരിക്കുന്നത് അറിയാമോ? സൗകര്യമുണ്ടേ തുറന്നാൽ മതിയെന്നാ. മക്കളെ, അല്ല. ഇനി പറഞ്ഞ കേട്ടോണേ, മുട്ടുന്നവൻ പറയുന്നത് ഇത് സാധ്യമാണോ എന്നല്ല, ഇത് അനിവാര്യമാണെന്നാണ്. ദൈവപൈതലെ, ചിലരൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാകും ഇങ്ങനെ കർത്താവ് നിൽക്കുകയാണ്. അല്ല, പുനരുത്ഥാനം ചെയ്ത കർത്താവ് നിൻ്റെ അരികിൽ വന്നിട്ട് പറയുന്നു, നീ ഇപ്പോൾ തുറന്നാൽ നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഞാൻ സ്വർഗീയ ദേവാലയത്തിൻ്റെ പങ്കുകാരനാക്കും. മുട്ടുക അനിവാര്യമാണ്. 2, അത്താഴത്തിലേക്ക് നിന്നെ ഞാൻ ക്ഷണിക്കുകയാണ്. പന്തിയിലേക്ക് നിന്നെ ക്ഷണിക്കുകയാണ്. കാരണം എന്താ? ഇരിക്കുന്നവന് മാത്രമേ ഭോജനം സാധ്യമാകുകയുള്ളൂ. പന്തിയിലേക്ക് വരും. പന്തിയിലേക്ക് വരണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. വസ്ത്രം മാറ്റണം. മറന്നുപോയി. വസ്ത്രം മാറ്റണം. പിന്നെ പന്തിയിലിരിക്കണമെങ്കിൽ ഒന്ന് അല്ലേ, വസ്ത്രം മാറ്റി വെക്കൂ. കാരണം എന്താ? നീ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം കൊണ്ട് ഈ പന്തിയിൽ ഇരിക്കാനൊക്കത്തില്ല. വിശുദ്ധി വേണം. ചേർന്നിരിക്കാൻ ഒരു സമർപ്പണമുണ്ടാകണം ഇല്ലേ? ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. വന്നാൽ ഞാൻ നിന്നെ ചേർത്തിരുത്തുവാൻ സന്നദ്ധനാണ്. ഞാൻ വന്നാലൊരു ഗുണം എന്താണെന്നറിയാമോ? ശീതോഷ്ണാവസ്ഥയിൽ പട്ടുപോകാവുന്ന നിന്നെ ഒരു ശിഷ്യനാക്കി രൂപാന്തരപ്പെടുത്താം. ഹല്ലേലൂയ. ശീതോഷ്ണാവസ്ഥയിൽ പട്ടുപോകാവുന്ന നിന്നെയും നിന്റെ കുടുംബത്തെയും ഒരു ശിഷ്യനാക്കി ഈ രാത്രിയിൽ. ഇനി എൻ്റെ അവസാന വാക്കുകളിലേക്ക് വരിക. എവിടെ തുറക്കാനാ പറഞ്ഞേ? ചിലർ വിചാരിച്ചിരിക്കുന്നത് കർത്താവ് ഞാൻ പ്രസംഗിച്ച് കേട്ടപ്പോൾ ചിലർക്ക് തോന്നിക്കാണും കർത്താവ് പള്ളിയിലായിരിക്കും വരുന്നതെന്ന്. മക്കളെ, അങ്ങനല്ല കേട്ടോ. അവൻ പറഞ്ഞ വാചകം കേട്ടോ. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. ആരോടാ പറഞ്ഞേ? നിങ്ങളോട് ഓരോരുത്തരോടുവാ, എന്നോടുവാ. പിടികിട്ടിയോ? ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറയാം. അവരവരുടെ വാതിലുകൾ തുറന്ന് സംസർഗം അനുഭവിച്ചാൽ മാത്രമേ നിനക്ക് വിശുദ്ധ സംസർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അവരവരുടെ വാതിലുകൾ തുറന്ന് എൻ്റെ അരുമനാഥൻ്റെ സംസർഗം അനുഭവിച്ചവർക്ക് മാത്രമേ വിശുദ്ധ സംസർഗത്തിലേക്ക് ചേർന്ന് വരുവാൻ കഴിയുകയുള്ളൂ. എനിക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്കും തോന്നിക്കാണും, ഇന്ന് വിശുദ്ധ കുർബാന കൈക്കൊള്ളാൻ എന്തെങ്കിലും ഒരുക്കമാണോ, ആവശ്യമാണോ? തോന്നിയിട്ടില്ല. ഞാൻ രാവിലത്തെ മെസ്സേജ് പറഞ്ഞു, എൻ്റെ പള്ളിയിൽ കഴിഞ്ഞ ദിവസം 8 കുഞ്ഞുങ്ങൾ ആദ്യ കുർബാന കൊണ്ടു. അവസാനത്തെ ക്ലാസ് മുട്ടിന്മേൽ നിർത്തിക്കൊണ്ടായിരുന്നു. പഠിക്കട്ടെന്ന് വിചാരിച്ചു. റെയിലിങ്സ് മുട്ടിൽ നിർത്തി. ഇത്ര കഠിന മനുഷ്യനൊന്നുമല്ല ഞാൻ കേട്ടോ. സ്നേഹം കൊണ്ടാണ്, എൻ്റെ കുഞ്ഞുങ്ങളുള്ള സ്നേഹം കൊണ്ടാണ്. മക്കളെ നിൽക്കണമെന്ന് പറഞ്ഞു. നിന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ
പുട്ട് തിന്നിട്ട് പോകുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. ഒരു മെലിഞ്ഞ പെങ്കൊച്ചൊഴിച്ച് ബാക്കി 7 പേരും പറഞ്ഞു, ഞങ്ങൾ ആവശ്യത്തിന് പുട്ട് തിന്നിട്ടാണ് പോകുന്നതെന്നു. സത്യമോ? നല്ല മാർത്തോമാകാൻ. മക്കളെ, ഒരു ചെറിയ ഒരുക്കം വേണം ഇതിന്. 31 വർഷവും 7 മാസമായി ധരിച്ചിട്ട് 31 വർഷം 7 മാസം. എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു, മക്കളെ, ഇതുവരെ ഒരു ഞായറാഴ്ചയും 1 മണിക്ക് മുമ്പേ ഒന്നും ഉള്ളിലേക്ക് ഇട്ടിട്ടില്ല. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്യാം. എൻ്റെ കുഞ്ഞുങ്ങളെ 8 പേരും കൈ കൂപ്പിട്ട് പറഞ്ഞ്, അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്യും അച്ഛൻ. വീടിൻ്റെ നടുവിൽ കർത്താവിനെ സംസർഗം അനുഭവിക്കാതെ വിശുദ്ധ മേശയിൽ നിനക്ക് സംസർഗമില്ല. എനിക്കെൻ്റെ മാർത്തോമാക്കാരെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ട്, അതുകൂടെ പറയാം. യാതൊരു ഒരുക്കവുമില്ലാതെ, യാതൊരു ക്രമവുമില്ലാതെ ശനിയാഴ്ച രാത്രി 5 മറ്റേടത്ത് പോയി ചരിഞ്ഞ് നിന്നിട്ട് ഒരു തൂപ്പും തൂത്തിട്ട് ഞായറാഴ്ച രാവിലെ യെരുശലേം പള്ളിയിൽ വന്ന് മുട്ടുകുത്തി കുർബാന കൊള്ളുന്ന ആളുകൾ ഈ ദൈവാലയത്തിലില്ലേ? വീട്ടിൽ സംസർഗമില്ലാതെ വിശുദ്ധ മേശയിൽ നിനക്ക് സംസർഗമില്ല. ക്രിസ്തുവില്ലാത്ത വീടുകളിൽ നിന്ന് കർത്തൃമേശയിലേക്ക് വരുന്ന ആളുകളോട് എൻ്റെ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ നടുവിൽ വരാം, ഞാൻ നിന്നെ തിരുത്താം, ഞാൻ നിന്നെ ശക്തീകരിക്കാം. ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. ഈ രാത്രി നമുക്ക് പറയണം 3 കൊച്ചു വാക്ക്. വിശുദ്ധ മേശയിൽ 3 കാര്യങ്ങൾ സംഭവിക്കും. നീ അത്താഴത്തിൽ വന്നാൽ അത്താഴത്തിൽ അവൻ്റെ രുചി അറിയാം. എന്തുവാ? അത്താഴത്തിൽ അവൻ്റെ രുചി അറിയാം. 2, രുചി വ്യത്യാസം വന്നവരെയും അത്താഴത്തിൽ അറിയാം. പിടികിട്ടിയോ? യൂദ ഒരു രുചി വ്യത്യാസം വന്ന ആളായിരുന്നു. അവനെയും അറിയാം. എവിടെ? അത്താഴത്തിൽ. ഒരു വാക്കൂടെ, രുചി പകരാൻ ഒരുവനുണ്ടെന്നറിയുന്നതും അത്താഴത്തിലാണ്. ഈ രാത്രി എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളോട് ഞാനൊരു വാക്ക് പറയട്ടെ. എൻ്റെ കർത്താവ് ഈ രാത്രി നീ തിരികെ വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ വാതിൽക്കലല്ല, പിന്നെയോ അവൻ്റെ വാതിലിനുള്ളിലാണ്. അവനോട് നീ പറയണം, അപ്പാ, എന്നെ കഴിഞ്ഞ രാത്രി നീ അളന്നല്ലോ. അളന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനൊരു നല്ല ആരാധനക്കാരനല്ല. ഞാൻ രുചി വ്യത്യാസം വന്നു പോയ ആളാ. ഞാൻ ശ്രദ്ധിക്കാതെ കൈക്കൊണ്ട ഒരുപാട് വിശുദ്ധ കുർബാനകളുണ്ട്. ഞാൻ അനുദപിക്കാതെ ഏറ്റുപറയാതെ പോയ ഒരുപാട് കുമ്പസാര പ്രാർത്ഥനകളുണ്ട്. ഞാൻ കേൾക്കാതെ പോയ ഒത്തിരി ഏവൻഗേലിയോനുകളുണ്ട്. എന്നെ നീ ഒരു പന്തിയിലേക്ക് മടക്കി വരുത്തണേ. എന്നെ പന്തിക്കിരിപ്പാൻ നീ ക്ഷണിക്കണേപ്പാ. നമുക്ക് ഈ ധ്യാനം പൂർത്തീകരിക്കാം. എല്ലാവരും നേരെ ഇരുന്നാട്ടെ പ്ലീസ്. എല്ലാവരും നേരെ ഇരിക്കുക. ഒരു കൂപ്പ് കൈയോടെ ഇരിക്കുന്നതാണ് എനിക്ക് സന്തോഷം. പുസ്തകമൊക്കെ ഒന്ന് വായിച്ചിട്ട് അതെൻ്റെ ഒരു സന്തോഷമാണ്. കൊയറുകാരുൾപ്പെടെ കൈകളൊന്ന് കൂപ്പിയാട്ടെ ദിവസനദിയിൽ. ഈ രാത്രി നാം കേട്ട വചനത്തിൻ്റെ ചില ശബ്ദങ്ങളിലേക്ക് നാം തിരികെ പോകാൻ പോവുക. ഞാനിങ്ങനെ പറഞ്ഞാണ് തുടങ്ങിയത്. അനുഗ്രഹങ്ങൾ അളക്കാത്തൊരു ദൈവം, ആലയത്തെയും യാഗപീഠത്തെയും ആരാധിക്കുന്നവനെയും അളക്കുന്നൊരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. അവൻ നിന്നെ ഈ രാത്രി കൃത്യമായി
കൃത്യമായി അളന്നിട്ടുണ്ട്, കൃത്യമായി അളന്നിട്ടുണ്ട്. അപ്പാ, അവൻ ഈ രാത്രി നിന്നോട് ചിലത് പ്രബോധിപ്പിച്ചില്ലേ? പരിശുദ്ധാത്മാവ് ചിലത് നിന്നോട് പ്രബോധിപ്പിച്ചില്ലേ? അളന്നപ്പോൾ ഉണ്ടായ കുറവ് വ്യത്യാസങ്ങൾ, അളന്നപ്പോൾ ഉണ്ടായ ബലഹീനതകൾ, അളന്നപ്പോൾ കണ്ടുകിട്ടിയ ചില തകർച്ചകൾ നിന്റെ പക്കൽ അരുമനാഥൻ കണ്ടെത്തി തന്നിട്ടുണ്ട്. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം പ്ലീസ്. നമ്മൾ ഒരുമിച്ച് ഈ രാത്രി അനുതാപത്തിൻ്റെ കണ്ണുനീരോടുകൂടെ തിരുസന്നിധിയിലേക്ക് ചേർന്നിരിക്കാൻ പോവുകയാണ്. 2 മിനിറ്റ് സമയം കൂടെ, എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം 2 മിനിറ്റ് കൂടെ ഉണ്ടിനി. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഗായക സംഘങ്ങൾ ഉൾപ്പെടെ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അപ്പജ, ഈ രാത്രി എന്നെ നീ നന്നായി അളന്നു, എൻ്റെ കുടുംബത്തെ നീ നന്നായി അളന്നു, എൻ്റെ ആലയത്തെ നീ അളന്നു, എൻ്റെ ആരാധനയെ നീ അളന്നു. അപ്പാ, ഇതുവരെ പറഞ്ഞ പ്രശംസകളൊന്നും ഞങ്ങൾക്ക് പറയാനില്ല, ഇതുവരെ പറഞ്ഞ പ്രാഗൽഭ്യങ്ങളൊന്നും ഞങ്ങൾക്ക് പറയാനില്ല, ഇതുവരെ പറഞ്ഞ വൻപുകളൊന്നും ഞങ്ങൾക്ക് പറയാനില്ല കർത്താവേ. കുറവുകൾ ഒരുപാടിരിക്കുന്നപ്പ. വഞ്ചിക്കപ്പെട്ട ദൈവമക്കളായി ഞങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ സാത്താൻ ഞങ്ങളെ വഞ്ചിച്ചു കളഞ്ഞിട്ടുണ്ട് കർത്താവേ. ഞങ്ങളുടെ ആത്മീയ ജീവിതം തകർച്ചയിലാണ്, ഞങ്ങളുടെ ഭവനങ്ങൾ തകർച്ചയിലാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വചനങ്ങളില്ലാതെ ജീവിക്കുന്ന കർത്താവേ. അയ്യോ, തകർച്ചയുടെ മുമ്പിൽ നീ ഇറങ്ങി വരുന്ന ദൈവമാകുന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പാ, ഞങ്ങൾക്ക് ചിലതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, അയ്യോ ഭാവം കാണിച്ചുകൊണ്ട് ഈ രാത്രി നിന്നെ നിഷേധിച്ച കുറവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് കർത്താവേ. അരുമനാഥൻ്റെ മാറത്ത് പൊൻകച്ച കെട്ടിയവൻ്റെ മഹത്വം കാണാൻ കഴിയാതെ ആരാധിച്ചു പോയ കുറവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് കർത്താവേ. ഈ രാത്രി ദൈവവേദലേ, നീ വെറും കൈയോടല്ലല്ലോ വന്നേ. എൻ്റെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. നീ കൊണ്ടുവന്നത് ഈ കാൽവറിയിലേക്ക് ഇട്ടേച്ച് പോകണം. നിനക്ക് ചിലത് മാറ്റിവാങ്ങാനുള്ള രാത്രിയായത്. നീ രോഗിയാണോ? നിനക്ക് സൗഖ്യം മടക്കിത്തരുന്നൊരു കർത്താവുണ്ട്. നീ ഭാരപ്പെടുന്നൊരു ദൈവവേദലാണോ? നിനക്ക് ചിലത് മടക്കിത്തരുന്നൊരു ദൈവമുണ്ട്. നീ നിൻ്റെ കുഞ്ഞിനെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെടുന്നയാളാണോ? നിനക്ക് ചിലത് മാറ്റിത്തരാൻ ശക്തിയുള്ളതാ. ആ കാൽവറിയിലേക്കൊന്നൊരു കണ്ണുയർത്തിയാട്ടെ ദൈവവേദലേ. നീ കൊണ്ടുവന്നതിനെ മാറ്റിത്തരുന്ന ഒരു അരുമനാഥനുണ്ട്. നീ കൊണ്ടുവന്നതിനെ മടക്കി അയക്കുന്നൊരു കർത്താവല്ല നമ്മുടെ കർത്താവ്. നീ എന്തുകൊണ്ടുവന്നാലും നന്മ തന്നെ തിരിച്ചു തരുന്നൊരു കർത്താവ് നമ്മുടെ നടുവിലുണ്ടല്ലോ. അവൻ്റെ പൊന്നുകരങ്ങളിൽ നിന്നെ ഏൽപ്പിക്കുക. എൻ്റെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ബലഹീനതകളുണ്ടോ? നീ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ നിനക്ക് ചിലത് പുതുക്കിത്തരുന്നൊരു കർത്താവാ. എന്നെ കേൾക്കുന്ന യൗവനക്കാരാ, നീ ഇന്ന് ചില ഭാരങ്ങളുമായി ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നോ? ചിലത് കാൽവറിയിൽ മാറ്റിവാങ്ങാനുള്ള രാത്രിയാണ്. ആരെങ്കിലും പാപത്തിലോ തിന്മയിലോ ജീവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വസ്ത്രങ്ങൾ അഴുക്കായി പോയിന്ന് തോന്നിയാൽ, അവനൊരു ശുഭ്രവസ്ത്രത്തിൻ്റെ അഭിഷേക വസ്ത്രം ഈ രാത്രി തന്ന് നിന്നെ മടക്കി അയക്കുന്നൊരു കർത്താവ് ജീവിക്കുന്നുണ്ട് ഈ രാത്രി. ആര് അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും ഈ രാത്രി? അപ്പാ, ഉള്ളമുരുകാതെയും ശങ്ക് തകരാതെയും കണ്ണു നിറയാതെയും പോയ ദൈവമക്കളാണ് ഞങ്ങൾ. വചനത്തോട് ആദരവില്ല, ശുശ്രൂഷകളോട് ആദരവ് നഷ്ടപ്പെട്ട് കർത്താവേ, ശീതോഷ്ണാവസ്ഥയിൽ അകപ്പെട്ടു പോയിരിക്കുന്ന ഒരു സഭയാണ് ഞങ്ങൾ. എൻ്റെ കർത്താവേ, ഒരു തീക്കനൽ കൊണ്ട് ഞങ്ങളുടെ മനോഭാവത്തെ ശുദ്ധീകരിച്ച് ഈ രാത്രി കത്തുന്ന അഗ്നിയായിരിക്കുന്ന സഭയായി ഈ കൊച്ചു സഭയെ ഞങ്ങൾക്ക് മടക്കിത്തരണമേ എന്ന് ഈ രാത്രി പ്രാർത്ഥിക്കുകയാണ്. അപ്പാ, ഞങ്ങളതിനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പജ, ഞങ്ങളുടെ വീടുകളെ ഈ രാത്രി മലർക്ക തുറക്കുകയാണ്, ഞങ്ങളുടെ ഹൃദയങ്ങളെ മലർക്ക തുറക്കുകയാണ്. ഒരു വാക്ക് ദൈവസന്നിധി പറഞ്ഞാട്ടെ ദൈവമക്കളെ. അപ്പജ, ഞാൻ എൻ്റെ ഹൃദയം തുറന്നു തരികയാണ് നിനക്ക് വേണ്ടി. നീ ഇനി ഒരു നാളും എനിക്ക് വേണ്ടി മുട്ടേണ്ടതില്ല. നീ എൻ്റെ നടുവിൽ വരണമേ കർത്താവേ, നീ എൻ്റെ അരികിൽ നിൽക്കണമേ കർത്താവേ. നിന്നോടൊരു സംസർഗത്തിലായിരിക്കുവാൻ
എൻ്റെ വീടിനെ പ്രതിഷ്ഠിക്കുകയാണ്. പ്രതിഷ്ഠ നഷ്ടപ്പെട്ടു പോയ ഭവനങ്ങളെ, പാപത്തിൽ ജീവിക്കുന്ന ദൈവമക്കളെ, കണ്ണുനീര് നഷ്ടപ്പെട്ടു പോയ ദൈവ പൈതലേ, ഈ രാത്രി മടങ്ങിപ്പോകുമ്പോൾ മാനസാന്തരത്തിൻ്റെ നാഥൻ നിൻ്റെ ഭവനത്തിൻ്റെ നടുവിൽ നിൽക്കട്ടെ. അവൻ ഒരുക്കി തരുന്ന അത്താഴത്തിൻ്റെ രുചി അറിയുവാൻ ഈ രാത്രി എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നിൻ്റെ അധരത്തിൽ രുചി നഷ്ടപ്പെട്ടു പോയോ? എൻ്റെ അധരത്തിൽ കർത്താവിൻ്റെ രുചി നഷ്ടപ്പെട്ടു പോയോ നിനക്ക്? ഈ രാത്രി രുചി പകരുന്ന ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. രുചി വ്യത്യാസം വരുന്നവരെ തിരുത്തി ഏൽപ്പിക്കുന്നൊരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി നമുക്ക് ഏൽപ്പിക്കാം. ആ വാതിൽക്കരികിൽ നിന്നുകൊണ്ട് നമുക്കൊരു കൊച്ച് വരി പാടി നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തെ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തെ പൈതലായി ജീവിക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന ദാരിതാ, ക്രൂശിന്മേൽ കാണുന്ന ദാരിതാ, പ്രാണനാഥൻ എൻ പേർക്കാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കാകുന്നു. കാൽവറിയിൽ സ്വന്തം രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത അരുമനാഥനായ കർത്താവേ, ലവോദിക്ക സഭയെ നീ സ്നേഹിച്ചു. ലവോദിക്കയ്ക്ക് വേണ്ടി നീ മരിച്ചു. ഞങ്ങളെ നീ സ്നേഹിച്ചു. ഞങ്ങൾക്ക് വേണ്ടി നീ മരിച്ചു. ഈ രാത്രി ഞങ്ങൾ നിനക്കായി ജീവിക്കും കർത്താവേ. അളന്നവനെ കുറവുള്ളവരാണല്ലോ, അളന്ന് തിട്ടപ്പെടുത്തിയവനെ കുറവുള്ളവരാണല്ലോ. ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ, കോപത്തോട് ഇടപെടരുതേ. നീ ഞങ്ങളെ ന്യായം വിധിക്കല്ലേ കർത്താവേ. നിൻ്റെ ഒരു അത്താഴത്തിനു വേണ്ടി അടിയങ്ങൾ കാത്തിരിക്കുന്നു. ഈ രാത്രി ആ വിരുന്ന് മേശയിലെ സന്തോഷത്തിൽ ഞങ്ങൾക്ക് മടങ്ങിപ്പോകാൻ കർത്താവ് കൃപ ചെയ്യണമേ. ഈ സഭയെ ആ വിരുന്ന് മേശയ്ക്കരികിൽ എന്നും നിർത്തിക്കൊള്ളണമേ. വചനത്തിന് സ്തോത്രം, ദൈവവചനത്തിന് സ്തോത്രം, തിരുസഭയ്ക്ക് സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം.